ഹായ് ഓൾ, നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന 25,500 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25,500 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. 25,500 ഇന്നത്തെ രാവിലെ തന്നെ സസ്റ്റെയിൻ ചെയ്തു. പക്ഷെ രാവിലെ ഒരു നല്ല ഗ്രീൻ ക്യാൻഡിലായിരുന്നു വന്നത്. അതുകൊണ്ട് നമുക്കവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല, കാരണം നല്ല വലിയൊരു ക്യാൻഡിലാണ്. അടുത്ത് നമ്മൾ നോക്കിയത് ഈ ബോക്സിനകത്തോട്ട് എൻ്റർ ആവുന്നുണ്ടോ എന്നാണ്. അവിടെ നമ്മൾ നോക്കിയപ്പം ഇവിടെ കുറച്ചൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് കാണിക്കുന്നുണ്ടെങ്കിലും താണ്ടെ 25,560 പൊട്ടി താഴോട്ട് പോകുന്നില്ല. വേണമെങ്കിൽ ഒരു ചെറിയ റിസ്ക് എടുത്ത് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. താണ്ടെ 25,561 താഴെയായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇതിന്റെ ബോട്ടം 25,650 വരെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അടുത്തത് നമ്മൾ നോക്കിയത് ആ ബോക്സിന്റെ ടോപ്പ് 25,650 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ്. പക്ഷെ അവിടെ നമ്മുടെ ക്യാൻഡിൽസ് ഒക്കെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണിച്ചത്. 25,650 മുകളിൽ ഒരു ക്യാൻഡിൽ പോലും സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഫസ്റ്റ് നമുക്കൊരു ഇൻവേർട്ടഡ് ഹാമറായിട്ട് ഒരു റിജക്ഷൻ ക്യാൻഡില്, അത് കഴിഞ്ഞൊരു റെഡ് ക്യാൻഡില്, അടുത്ത എല്ലാം ക്യാൻഡിൽസും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 25,650 മുകളിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇവിടെ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ ബോട്ടം തന്നെയാണ്. അടുത്ത ബോട്ടം പൊട്ടി താഴോട്ട് പോവുകയാണെങ്കിൽ അടുത്ത നമ്മുടെ സപ്പോർട്ടായ 25,500 ആയിരുന്നു നമ്മുടെ അടുത്ത ടാർഗറ്റ്. അപ്പൊ 25,500 കറക്റ്റ് വന്ന് മാർക്കറ്റ് ഏകദേശം അടുത്ത് തന്നെ മുട്ടിയിരുന്നു. പിന്നെ അതൊരു എന്ത് ചെയ്യും, ഹാമറായിട്ട് ഒരു റിജക്ഷൻ കാണിച്ചു. ഇവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചവർക്കാണെങ്കിലും അല്ലെങ്കിൽ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചവർക്ക് ഇവിടെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് അടിച്ച് കാണും. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കാത്തവർക്കാണെങ്കിൽ 25,465 വരെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അടുത്ത് പിന്നീട് ഈ ക്യാൻഡിൽസ് എല്ലാം അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു ക്ലോസിങ് 25,465 അടുത്തായിട്ട് കിടന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ക്യാൻഡിൽസ് ആയിരുന്നു. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയത് 25,482 ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത്. അടുത്ത നമ്മുടെ നാളത്തെ പ്രീ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യമാണെങ്കിൽ ഇന്നത്തെ ഡേ ക്യാൻഡിൽ നമുക്കൊന്ന് നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കി, ഇന്നലെ നല്ലൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു നമുക്ക് തന്നത്. അതിനുള്ളിൽ തന്നെ വരുന്ന ഒരു ക്യാൻഡിൽ, അതിനകത്ത് തന്നെ വരുന്ന ഒരു ക്യാൻഡിൽ, ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉള്ള ഒരു ക്യാൻഡിലാണ് ഇന്നത്തെ ഡേ ക്യാൻഡിലും. സോ മാർക്കറ്റിൽ ഒരു നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് നാളെയാണെങ്കിൽ സെൻസെക്സിന്റെ എക്സ്പയറി ഡേ കൂടിയാണ്. അടുത്ത നാളെ ഇത് പൊട്ടി താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 25,333 ആണ്. നമുക്ക് അവിടെ ഒരു ലൈൻ ഉണ്ട്. ഒരു ലൈൻ മാത്രമല്ല, നമുക്കവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അതാണ്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ ലോവർ വെച്ച് വരയ്ക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നമുക്ക് കാണാം. അതും ഈ 25,333 വരുന്നത് ഏകദേശം ഒരേ ഭാഗത്തായിട്ടാണ് നാളെ. അപ്പൊ നാളെ 25,482 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ മാർക്കറ്റ് താഴോട്ടാണെങ്കിൽ 25,416, 25,416 പൊട്ടി താഴോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. 25,416 പൊട്ടി താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 25,333, 25,333 പൊട്ടി താണ്ടി ഈ ട്രെൻഡ് ലൈൻ, അതായത് 25,322 ആ ഒരു ലെവലിലൊക്കെ വരും. അതും പൊട്ടി താഴോട്ട് പോവുകയാണെങ്കിൽ അടുത്ത നമ്മുടെ സപ്പോർട്ട് 25,000 ആണ്. മുകളിലോട്ടാണെങ്കിൽ 25,500 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 25,500 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത നമ്മുടെ ടാർഗറ്റ് നമ്മുടെ ഈ ബോക്സ് തന്നെ. ഈ ലൈൻ നമുക്ക് കളയാം.
ഇതിൻ്റെ ബോട്ടം 25,568. അതും വീണ്ടും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,650. അതും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,687. 25,687 മുകളിലും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,766. അത്രയൊക്കെ മുകളിലോട്ട് പോകുന്നത് വളരെ ഡൗട്ടാണ്, കാരണം മാർക്കറ്റിന് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.